ഹിന്ദു ഐക്യവേദി ആലപ്പുഴ ജില്ലാ സമ്മേളനം മാർച്ച് 9 ചേർത്തലയിൽ നടക്കും. ഹിന്ദു ഐക്യവേദിയുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനം മാർച്ച് 9 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ നമ്മുടെ ചേർത്തല ബ്രാഹ്മണ സമൂഹമടം ഹാളിൽ ആരംഭിക്കും. വിശ്വരാജി മഠത്തിലെ സ്വാമി പ്രബോധ തീർത്ഥ ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ R.V. ബാബു സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തും. സംസ്ഥാന രക്ഷാധികാരി അഡ്വക്കേറ്റ് പത്മനാഭൻ, സംസ്ഥാന ഉപാധ്യക്ഷൻ സുബ്രഹ്മണ്യം മോസദ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, വക്താക്കൾ, അങ്ങനെ സംഘടനയുടെ സംസ്ഥാനത്തെയും ജില്ലയിലെയും പ്രമുഖന്മാരായ കാര്യകർത്താക്കൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന ഹൈന്ദവ സമൂഹത്തെയും പൊതുവിൽ മറ്റ് പൊതു സമൂഹത്തെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും നിരന്തരമായി സമൂഹമധ്യത്തിൽ അകാരണമായി അവഹേളിക്കപ്പെടുകയും അതിനെ അവിശ്വാസികളെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പൊതുവിൽ കണ്ടുവരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ക്ഷേത്രങ്ങളിലെ ഉച്ചഭാഷണിയുടെ ഉപയോഗം. അത് കേന്ദ്രത്തിൻ്റെ ഒരു നിയമത്തിൻ്റെ പേരിൽ രാത്രി 10 മണിക്ക് ശേഷം ഉച്ചഭാഷണം ഉപയോഗിക്കാൻ നിലവിൽ പോലീസ് അനുവദിക്കുന്നില്ല, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ കലാപരിപാടികളും ക്ഷേത്ര അനുബന്ധമായ മറ്റ് ചടങ്ങുകളും അനുകൂലപ്പെടുകയാണ്. ആ കഴിഞ്ഞ ദിവസം നമ്മൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ നമ്മുടെ കൊറ്റങ്ങര അമ്പലത്തിലൊരു കൊച്ചുകുട്ടി വയലിൻ കച്ചേരി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കീർത്തനം തീരുന്നതിന് മുമ്പ് തന്നെ കറക്റ്റ് വാച്ച് നോക്കുകയാണ്. 10 ആയപ്പോൾ 10:01 ചെന്ന് മൈക്ക് കൂടിയാണ്. അതൊരു കൊച്ചു കുട്ടിയാണെന്നോ ഒരു കലാപരിപാടിയാണെന്നോ യാതൊരു ക്രമസമാന പ്രശ്നമില്ലാത്തൊരു കലാപരിപാടി. ഒരു ഗാനമേള നടക്കുന്നു, അവിടെ തുടരും ആട്ടമൊക്കെ നടക്കുമ്പോഴാണെങ്കിൽ പോലീസിലൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം. വളരെ സമാധാനപരമായി നടക്കുന്ന ഒരു കീർത്തനം പൂർത്തിയാക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് പോലീസിലൂടെ മാറുകയാണ്. ഇത് ഉത്സവ നടത്തിപ്പിന് മാത്രമല്ല, കലാകാരന്മാരുടെ ഉപജീവനമാർഗമാണ്. ക്ഷേത്രങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന 10,000-കണക്കിന് കലാകാരന്മാർ കേരളത്തിലുണ്ട്. അത് വാദ്യകലാകാരന്മാരാണെങ്കിലും മറ്റ് നാടകം, ബാലെ, കഥകളി, ഓട്ടംതുള്ളൽ, അങ്ങനെ എല്ലാ കലാപരിപാടികളും ക്ഷേത്രങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. ക്ഷേത്രത്തിൽ വന്ന ക്ഷേത്രവിശ്വാസം ഇല്ലാതാകണമെന്ന് അവർ അതിലേക്ക് പറയുകയും ചെയ്യും. അവിടെ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ജീവിച്ച ആളുകൾ പണ്ട് കഥാപ്രസംഗ കാലത്ത് ഒരുപാട് പറഞ്ഞതാണ് സോഷ്യലിസ്റ്റെക്കുറിച്ച്. അപ്പോൾ എന്തായാലും ക്ഷേത്ര കലാകാരന്മാരും പട്ടിണിയിലാണ്. അപ്പോൾ ഉച്ചഭാഷണ ഉപയോഗത്തിന് അതിൻ്റെ ഒരു മറുവശം, ഉച്ചഭാഷണിയുടെ ഉപയോഗം 1 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ആ ഭാരവാഹികളുടെ കേസിൽ പ്രതികരണം. അപ്പോൾ ക്ഷേത്രോത്സവത്തിന് ഭാരവാഹികൾ നടത്തിപ്പിന് തയ്യാറാകാത്ത രീതിയിലേക്ക്. ഹിന്ദു ഐക്യവേദി ആലപ്പുഴ ജില്ലാ സമ്മേളനം 9 ചേർത്തല ബ്രാഹ്മണ സമൂഹമടം ഹാളിൽ നടക്കും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 250ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. മുഹമ്മദ് വിശ്വരാജി മഠം സെക്രട്ടറി സ്വാമി പ്രബോധ തീർത്ഥ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സർക്കാർ പാലിക്കേണ്ട അനുവർത്തിക്കേണ്ട നയമാണ് ഇളവ് കൊടുക്കുക. അത് വലിയ ഗുരുതരമായ കുറ്റമാണ്. എന്തുകൊണ്ട് സർക്കാർ ശ്രമിക്കുന്നില്ല, പരിശോധിക്കുന്നില്ല? സാംസ്കാരിക മന്ത്രി നിലവിൽ കൊടുത്താൽ ഞങ്ങൾ ജില്ലാ കളക്ടർ ഹിന്ദു ക്ഷേത്ര നിലവിൽ കൊടുത്തു. ഇവരാരും പരിശോധിച്ചിട്ടില്ല. ഇവർ ഹിന്ദുവിനെ ബാധിക്കുന്ന ക്ഷേത്രങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ വിഷയം കൊടുത്തിട്ട് കലാകാരന്മാർ വേണ്ടുന്നില്ല, അല്ലേ? കലാകാരന്മാർ നീ അറിയും, ഈ കപ്പലണ്ടി കച്ചവടക്കാരൻ ജീവിക്കുന്നുണ്ട്. കാരണം കത്തോളിക്ക് ആരുന്നാണ് കപ്പലണ്ടി കച്ചവടക്കാരൻ, വളക്കച്ചവടക്കാരൻ, ഐസ്ക്രീം കച്ചവടക്കാരനൊക്കെ കാശ് മുടക്കി നിൽക്കുക. ഈ സാമൂഹ്യ പ്രശ്നം പോലും കാണുന്നില്ല. അവിടെ എല്ലാം കാണുന്നത് എന്താ? ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിലയിൽ ഇടപെടാതിരിക്കുക. അതൊരു ഗുരുതരമായ വിഷയമാണ്. ഇത് പരിശോധിക്കണം. ഞാൻ പറയും. പിന്നെ അതുപോലെ ഒരു പേറ്റി കേസിന്റെ കാര്യമുള്ളൂ. ഇപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ ഒക്കെ പിടിച്ച് 500 അടിക്കേണ്ട കാര്യമുള്ളൂ. അതിനാ കൊച്ചിനെ പിടിച്ചു പറിക്കുന്ന ഒരു നിയമത്തിൽ അങ്ങനെ പറയുന്നില്ല. കുറച്ച് മോളെ നിന്റെ പേര് നടത്താൻ ആ ക്ഷേത്രത്തിൽ നടപടിയെടുത്താൽ പോലെ, കേസെടുത്താൽ പോലെ. അങ്ങനെയാണ് പിടിച്ചു വെക്കുന്നവിടെ പറഞ്ഞു നിർത്താൻ. ഒരാൾ ഹെൽമെറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പൈസ അടച്ചാൽ പോലെ. അതല്ലേ ഒരു കാര്യമുള്ളൂ. ഓടെ പിടിച്ചാൽ വണ്ടികൾ കൊണ്ടുപോകാം, ക്ഷമ കൊണ്ടുപോകാറുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ വലിയൊരു ദ്രോഹപരമായ രീതിയിൽ അവമാനിക്കുന്ന രീതിയാണ്.
ഇനി സർക്കാർ അറിഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല, അറിയാത്തതുണ്ട്. പക്ഷെ ഗുരുതരമായ വിഷയം. നിങ്ങളൊന്ന് വിശദമായിട്ട് ചർച്ച ചെയ്ത വിഷയത്തെക്കുറിച്ച് പഠിക്കണം. പോലീസുകാർ ചോദിക്കും. ഇത്രയൊന്നും ആർഭാടത്തിന്റെ കാര്യമില്ല. ഒരു അമ്പലത്തെ 5 മിനിറ്റ് മയക്ക് വെച്ചു തൂക്കുന്ന കാര്യമൊന്നുമില്ല. 1/2 മണിക്കൂറുള്ള പോയി ഇത്ര കാര്യമുള്ളൂ. അതാണ് നടക്കുന്നത്.